ഓരോ ദിവസവും ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇൻ്റലിജൻസ് കുറഞ്ഞ് വരികയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി മോർ ഡംബർ റൈറ്റ് നൗ. MIT നിന്ന് വന്നൊരു റീസെൻറ്റ് സ്റ്റഡി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്റ്റഡി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ essay റൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ essay റൈറ്റിങ്ങിന് ഒരു 3 ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു. അതിൽ ഫസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് LLM അസിസ്റ്റഡ് ഗ്രൂപ്പ്. LLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ലാർജ് ലാംഗ്വേജ് മോഡൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെ AI അസിസ്റ്റഡ്, അതായത് ChatGPT ജെമിനിയോ അങ്ങനെ ഏതെങ്കിലും ഒരു AI യൂസ് ചെയ്താണ്ട്. പിന്നെ രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ്റെ ഹെൽപ്പോട് കൂടി എഴുതാൻ പറ്റുന്ന. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഗൂഗിൾ, ക്രോം, ഫയർഫോക്സ് ഇങ്ങനെയുള്ള സെർച്ച് ചെയ്താണ്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റിൽ തിങ്ക് ചെയ്താണ്ട് എഴുതേണ്ടി വരും. പക്ഷേ നമ്മൾ ആ ടോപ്പിക്ക് ഇതിനെ കുറിച്ചാണോ അറിയേണ്ടത്, ആ റിസർച്ച് നമുക്ക് സെർച്ച് ചെയ്താണ്ട് കണ്ടുപിടിക്കാം. അങ്ങനെ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രെയിൻ ഓൺലി ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർക്ക് വേറെ ടൂൾസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവർക്ക് നല്ല ചിന്തിച്ച് ആലോചിച്ച് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ ഇതെങ്ങനെ അനലൈസ് ചെയ്ത് വെച്ചാൽ നമ്മളെ ബ്രെയിനിൽ നടക്കുന്ന എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കണക്ടിവിറ്റി, ആ ന്യൂറോൺസ് തമ്മിലുള്ള ആ സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവിൽ വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മളെ ബ്രെയിനിനെ യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ലോഡ് കൊടുക്കുന്നുണ്ട് ഓരോ സംഭവം പ്രോബ്ലം സോൾവ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഈ essay റൈറ്റിങ്ങിൽ എത്രത്തോളം കോഗ്നിറ്റീവ് ലോഡ് വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് EEG പറഞ്ഞൊരു സംഭവം വെച്ചാണ് അവർ നോക്കുന്നത്. ഇലക്ട്രോ എൻസെഫലോഗ്രഫി എന്ന് പറഞ്ഞ സംഭവം വെച്ചാണ്ട് എന്തോ ഒരു സ്കാനിങ് മെക്കാനിസം ആണ്. നമ്മൾ അത്ര വലിയ സയൻറ്റിഫിക് ഇതിലേക്ക് പോകണില്ല. അപ്പോൾ ഒരു കണ്ടെത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ LLM അസിസ്റ്റ് ചെയ്താണ്ട് അല്ലെങ്കിൽ AI വെച്ചുകൊണ്ട് essay എഴുതുന്ന ടീമിൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കുറഞ്ഞ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. സെർച്ച് എഞ്ചിൻ ബേസ്ഡിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതുപോലെ ക്രോമിലൊക്കെ സെർച്ച് ചെയ്താണ്ട് essay എഴുതുന്ന ടീമിൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ മോഡറേറ്റ് എൻഗേജ്മെൻറ്റും അതുപോലെ ബ്രെയിന് മാത്രം യൂസ് ചെയ്താണ്ട് ആലോചിച്ച് ചിന്തിച്ചാണ്ട് essay എഴുതുന്ന ഉള്ളിൽ ഹൈ എൻഗേജ്മെൻറ്റുമാണ് ഇവർ കണ്ടെത്തിയത്. അതിന് നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ടൂൾസുമേ റിലേ ചെയ്യുന്നുണ്ടോ, കോഗ്നിറ്റീവ് ഓഫ് ലോഡിങ് എന്ന് അതിന് പറയാം. നമ്മളെ ബ്രെയിൻ എടുക്കേണ്ട പണി നമ്മൾ വേറെ ടൂൾസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളെ ബ്രെയിനിലുള്ള എൻഗേജ്മെൻറ്റ് കുറയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നീട് ഇപ്പോൾ ഒരു 3 സെഷൻ ഇവർ ഇങ്ങനെ കണ്ടക്ട് ചെയ്തു, LLM ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ ബ്രെയിൻ ഓൺലിയും അതുപോലെ ഈ സെർച്ച് എഞ്ചിനും വെച്ചുകൊണ്ട്. പിന്നെ ലാസ്റ്റ് 4ാമത്തെ ഒരു സെഷനിൽ ഈ LLM ടീം ഉണ്ടല്ലോ, AI അസിസ്റ്റ് ചെയ്താണ്ട് essay എഴുതുന്ന ടീം ഓലെ ബ്രെയിൻ ഓൺലി ടീമിലേക്കും ആക്കി, അതേപോലെ ഈ ബ്രെയിൻ ഓൺലി ടീമിനെ LLM ബേസ്ഡും ആക്കി. അതായത് ഇവർ ബ്രെയിൻ ഓൺലി ടീം എന്ന് പറയുന്നത് ഓൾറെഡി 3 വട്ടം ചിന്തിച്ചാണ്ട് എഴുതിയ സംഭവമാണ് 3 സെഷന്. എന്നിട്ട് പിന്നെയാണോ ഈ LLM ബേസിക്ക് പോകുന്നത് അല്ലെങ്കിൽ AI ബേസിക്ക് പോകുന്നത്. AI ബേസ് ഓൾറെഡി 3 വട്ടം AI യൂസ് ചെയ്തുകൊണ്ടാണ് essay ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്രെയിൻ ഓൺലിക്ക് പോകുന്നത്. അപ്പോൾ ഒരു മനസ്സിലാക്കി എന്താ സംഭവം വെച്ചാൽ ബ്രെയിൻ ഓൺലി ഗ്രൂപ്പ് ഇവിടെ ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കാരണം ഒരു ഓൾറെഡി 3 വട്ടം ചിന്തിച്ച് എഴുതിയ ആൾക്കാരാണ്. പക്ഷേ ഈ LLM ഗൈസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതുന്നത് സ്ട്രഗിൾ ചെയ്യുന്നത് പോട്ടെ, അതായത് essay എഴുതുന്നത് ബ്രെയിന് മാത്രം യൂസ് ചെയ്താണ്ട്. അതുകൂടാതെ ഓൾറെഡി ചെയ്ത പാസ്റ്റ് വർക്ക് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റീകോൾ ചെയ്യാൻ പറ്റണില്ല അല്ലെങ്കിൽ കോട്ട് ചെയ്യാൻ പറ്റണില്ല. അതായത് ഫുള്ളി ChatGPT അല്ലെങ്കിൽ മറ്റ് AI യൂസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മളവിടെ അത്രയും ബ്രെയിൻ യൂസ് ചെയ്യണില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ചെയ്ത വർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീകോൾ ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ essay ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതിയത്. നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടും. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യില്ല, അത് റീകോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെയിനായിട്ട് ഇതാക്കുന്ന കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലോങ് ടേം ബേസിൽ ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ AI യൂസ് ചെയ്താണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ AI യൂസ് ചെയ്താണ്ടൊക്കെ കുട്ടികൾ വളർന്നൊക്കെ വരികയല്ലേ. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന് എല്ലാവരും കംപ്ലീറ്റ്ലി AIൻ്റെ ബേസിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ, ഷോർട്ട് ടേമിൽ ഇത് ഭയങ്കര സുഖമാണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ഷോർട്ട് ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ലോങ് ടേമിൽ മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വയം നമ്മളെ ബ്രെയിൻ ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് എത്തുമെന്നുള്ളൊരു ആ ഒരു കൺസേൺ ആണ് ഈ സ്റ്റഡിയിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത് വെച്ചാൽ ഇവിടെ ഫാക്ട്സ് എന്താണെന്ന് വെച്ചാൽ ശരിക്ക് നമ്മൾക്ക് അറിയാത്തൊരു സംഭവം നമ്മൾ പഠിക്കുമ്പോൾ അതാണല്ലോ ആക്ച്വലി ലേണിങ്. നമ്മളൊരു സംഭവം ചെയ്യുന്നു, നമുക്കതറിയില്ല, അപ്പോൾ നമ്മളത് റെഫർ ചെയ്യുന്നു, ഓക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, വർക്കാവുന്നു, പഠിച്ചു. വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നു. എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഒരു മാത്സ് ഒരു പ്രോബ്ലം ചെയ്യാണ്, നമ്മൾ പ്രോബ്ലം ചെയ്ത് നമ്മൾ സ്റ്റക്കായി, നമ്മൾ പല സ്റ്റെപ്പുകൾ ട്രൈ ചെയ്ത് നോക്കി, പകുതി വരെ എത്തി, അവസാനം ഉത്തരത്തേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ കുറേ നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ആരുടെയും ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഒരു കാണിച്ചു തന്നു ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടി, ഇത് ഇങ്ങനെയാണ് അല്ലേ. അവിടെ ആ ഒരു ടൈമിൽ നമ്മളവിടെ സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ ആ പുതിയ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു രീതിയിലൊരു ചലഞ്ച്, ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമുക്ക് അറിയാത്ത സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ. അവിടെ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ബ്രെയിനെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ സംഭവം. മെമ്മറൈസിങ് അല്ല, മനസ്സിലാക്കി തരികയാണ്. നമ്മൾ പഠിച്ച സംഭവങ്ങളേറ്റും ഇത് കണക്ട് ചെയ്യണം, എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ, എന്നാലേ നമുക്ക് ഇതിന് ഉത്തരത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സാധനം മാത്രം അതിൻ്റെ ചുറ്റും എന്തുകൊണ്ട്
എന്താ കാരണം എന്നുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളൊന്നും പഠിക്കാത്ത ആ ഒരു സംഭവം ആ ഒരു ഡെഫിനിഷനെ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മാത്സൊക്കെ ആ ഒരു സ്റ്റെപ്പ് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, ആ ഒരു ചോദ്യത്തിന് മാത്രം പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ആക്ച്വലി മനസ്സിലാവണം. അതിന് വേണ്ടി ബ്രെയിൻ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓൾറെഡി ഉള്ള ആൻസേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഇൻഫർമേഷനായിട്ട് കണക്ട് ചെയ്യും, ചലഞ്ച് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നേരെ യൂസ് ചെയ്താണ്ട് ഉത്തരത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ് പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. ഇതിനെ സ്കിപ്പ് ചെയ്താണ്ട് നേരെ ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതൊരു ലേണിങ്ങിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, ആക്ച്വൽ ലേണിംഗ് ഇവിടെ നടക്കണില്ല. എഐൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രീംലി ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ ഒരു 5 ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരുന്നു. അതിലൊന്ന് മെൻ്റൽ ലേസിനെസ് ഓവർ ടൈം. പിന്നെ എന്തൊരു ഹാർഡ് ടാസ്ക് വരുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചാണ്ട് നമ്മൾ ആക്ച്വലി ചിന്തിച്ചാണ്ട് നമുക്ക് ചെയ്യാൻ മടിയായി കയറും. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഇപ്പോൾ മൂപ്പരെ റൂമൊക്കെ നമുക്ക് ഓരോ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ പോലും വിളിപ്പിക്കുമല്ലോ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈവൻ സിമ്പിൾ മാത്സുകൾ പോലും മൂപ്പരെ മുമ്പിൽ കാൽക്കുലേറ്റർ ഉണ്ട്. സിമ്പിൾ മാത്സുകൾ പോലും, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5+4 9 നമുക്കറിയാം, അല്ലെങ്കിൽ 9+5 നമുക്കൊരു ഷോർട്ട് ഫോമിൽ ചെയ്യാൻ പറ്റും. 9ക്ക് എന്ത് കൂട്ടിക്കഴിഞ്ഞാലും ആ ഒരു 1 കുറച്ചാൽ മതി, 10ക്ക് ആ നമ്പർ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 9ക്ക് 5 കൂട്ടിയാൽ 14. സിമ്പിളി നമുക്ക് പറയാൻ പറ്റും. ആ 1 കുറച്ചാണ്ട് ആ ഒരു 10ക്ക് 4 വരുന്ന ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെയുള്ള സിമ്പിൾ മാത്സ് പോലും 5+9 കാൽക്കുലേറ്റർ വെച്ചാണ്ട് 5+9 = അടിച്ച ഇതേപോലെയൊക്കെ ഉണ്ടാവുക. അതായത് മെൻ്റൽ ലേസിനെസ്, ആക്ച്വൽ വർക്ക് ചെയ്യാൻ നമുക്ക് മടിയേക്കാരം. രണ്ടാമത്തെ നമുക്ക് ആ സ്റ്റഡിയിൽ തന്നെ മനസ്സിലായി എന്ത്, ലോവർ ബ്രെയിൻ എൻഗേജ്മെൻറ്റ്, നമ്മളെ ബ്രെയിൻ എൻഗേജ് ആവണില്ല അവിടെ. പിന്നെ മൂന്നാമത്തെ എന്താ വെച്ചാൽ പുവർ മെമ്മറി. അതിൽ പറഞ്ഞു നമ്മൾ റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓലെന്നെ ചെയ്ത വർക്ക് ഓൽക്ക് ഓർമ്മിക്കാൻ പറ്റണില്ല, LLM ബേസ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതാണ് പുവർ മെമ്മറി, നമ്മളെ മെമ്മറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് സോൾലെസ് റൈറ്റിങ്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നോവലൊക്കെ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഖാലിദ് ഹുസൈനിൻ്റെ നോവലൊക്കെ നമ്മൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഉള്ളിലൊരു ഇമോഷൻ, അതിൻ്റെ ഉള്ളിലൊരു ജീവനുണ്ട്. നമ്മൾ പറയില്ല കഥകൾക്കൊരു ജീവനുണ്ട് എന്നൊക്കെ പറയുമല്ലോ. അതെന്താ വെച്ചാൽ മനുഷ്യന്മാരെ എഴുതിയതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് എഴുതിയിട്ടാണ് അത് അത്രയും അടിപൊളിയാവണം, അത്രയും ഫേമസ് ആവണം അങ്ങനത്തെ നോവലുകളൊക്കെ. പക്ഷേ അതേസമയം അത് AI യൂസ് ചെയ്തുകൊണ്ടാണ് എഴുതണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI കൊണ്ടാണ് ഫുള്ള് എഴുതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമറ്റിക്കലി ഒക്കെ കറക്റ്റ് ആയിക്കാരം. ഫുള്ള് നമ്മൾ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ പക്ക സാധനമായിക്കാരം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവനുള്ള പോലെ നമുക്ക് തോന്നില്ല. അതാണ് AI യൂസ് ചെയ്ത് എഴുതിയുള്ള ഒരു ഇങ്ങനത്തെ ക്രിയേറ്റീവ് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം. പിന്നെ ലാസ്റ്റതാണ് സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ സ്റ്റണ്ട് ചെയ്യുക എന്നുള്ളത്. കംപ്ലീറ്റ്ലി AI ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട സംഭവങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് ഇന്ന ചലഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാലല്ലേ നമ്മൾ പഠിക്കുള്ളൂ. തീയിൽ തൊടുമ്പോഴല്ലേ കുട്ടികൾ മനസ്സിലാക്കണത് ഇനി തീയിൽ തൊടാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെയുള്ള ഓരോ ലേണിംഗ് ഘട്ടങ്ങൾ വരുന്നിടത്ത് ഈ AI യൂസ് ചെയ്താണ്ട് ഷോർട്ട് കട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇടയിലും ഓരോ ഉള്ളിലുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ the more you depend on artificial intelligence, the less intelligent you actually become. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ 2 ഇൻസ്റ്റൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഞാൻ CA ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ഓഫീസിൽ, അവിടെ എല്ലാവരും പുതിയ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് ഓരോ ഡൗട്ട് ചോദിക്കും. അവിടെ ഓരോരുത്തർക്കും കുറച്ച് ക്ലയൻറ്റുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാത്തവർക്ക് പറഞ്ഞാൽ അത് ഇൻറ്റേൺഷിപ്പാണ്. അതായത് നമ്മൾ ആക്ച്വൽ CA-കാരൻ്റെ കയ്യിൽ വർക്ക് ചെയ്യാണ്. ഞാനൊരു CA സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആക്ച്വൽ CA-കാരൻ്റെ കയ്യിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യാണ്, പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് ഉണ്ടാവും, ഇതുപോലെ പഠിക്കാൻ വന്നവരുണ്ടാവും. ഒരു എംപ്ലോയീസ് പോലെ തന്നെ, പക്ഷേ സാലറി ബേസ്ഡിലാവില്ല, പഠിക്കാൻ വേണ്ടി വരുന്നവർ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്ലയൻറ്റുകളെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓരോന്നല്ല, കുറച്ച് ക്ലയൻറ്റുകൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്ലയൻറ്റുകളൊക്കെ ഓരോ ഡൗട്ടുകൾ നമ്മളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. പുതിയ ലോ പാസ്സാവുമ്പോൾ, ആക്റ്റുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ GST നിയമങ്ങൾ വരുമ്പോൾ, ഇൻകം ടാക്സിൻ്റെ അത് മാറുമ്പോഴൊക്കെ ഡൗട്ട് ചോദിക്കും. അപ്പോൾ ശരിക്ക് നമ്മൾ ആ സൈറ്റിൽ പോയി കണ്ട് ഓരോ ആക്ച്വൽ ഇൻകം ടാക്സിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ GSTൻ്റെ സൈറ്റിലൊക്കെ പോയിട്ട് നോക്കി എന്താണ് സംഭവം, പഴയ സംഭവം എന്താണ്, ഓരോരോ റെഫറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ വേണം നമുക്ക് ക്ലയൻറ്റുകളെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ അധികം ആൾക്കാർ എന്താ ചെയ്യണത്, ടു ബി ഓണസ്റ്റ്, നേരെ ChatGPTയിൽ അടിച്ചു കൊടുക്കുന്നു, ഉത്തരം കിട്ടുന്നു, എൻ്റെ ആൻസർ കിട്ടുന്നു. എന്താ സംഭവം എന്തുകൊണ്ട് എന്നൊന്നുമില്ല, എൻ്റെ ആൻസർ കിട്ടുന്നു, ക്ലയൻറ്റുകൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ഞാനൊക്കെ ഗിൽറ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. അതേപോലെ എന്തെങ്കിലും ലീഗൽ ഡോക്യുമെൻറ്റ്, മെയിനായിട്ടുള്ള ലീഗൽ ഡോക്യുമെൻ്റ് ഒന്നും അങ്ങനെ ചെയ്യില്ല. പക്ഷേ അതല്ലാതെ ബാങ്കിലൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രൂഫിന് വേണ്ടിയിട്ട് ഓരോ ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമാറ്റ് നേരെ ChatGPT കൊടുക്കുന്നു, നേരെ എടുക്കുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, അതിൽ ഡാറ്റ ഫില്ല് ചെയ്യുന്നു. ഓരോ ബ്രാക്കറ്റ് ഉണ്ടാവും ഡാറ്റ ഫില്ല് ചെയ്യാനുള്ളടത്ത്, അത് ഫില്ല് ചെയ്യുന്നു, നേരെ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഷോർട്ട് കട്ട് എടുക്കുകയാണ് അവിടെ. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പ്രിൻസിപ്പൾ പോലും ക്ലയൻറ്റുകളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ChatGPT യൂസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ
നിങ്ങൾ ഫസ്റ്റ് തൊട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ ഡെയിലിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി വീഡിയോ ഇടുമ്പോൾ അവിടെ നമുക്ക് ലേൺ ചെയ്യണതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അവിടെ ലേണും ചെയ്യണം, ഷൂട്ടും ചെയ്യണം, അതുപോലെ സ്ക്രിപ്റ്റും ചെയ്യണം. അപ്പോൾ എനിക്ക് പല സമയത്തും ആക്ച്വൽ സ്ക്രിപ്റ്റ് ചെയ്താൽ, നല്ല സ്ക്രിപ്റ്റ് ചെയ്താൽ ടൈം കിട്ടാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ടോപ്പിക്ക് ഞാൻ മനസ്സിൽ വെച്ചാണ്ട് ആ ടോപ്പിക്കിൻ്റെ ബേസിൽ AI കൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചും ChatGPT ഒക്കെ വെച്ചാണ്ട്. പക്ഷെ അങ്ങനെയുള്ള ടൈമിൽ എൻ്റെ വീഡിയോൻ്റെ പെർഫോമൻസ് അത്യാവശ്യം കുറവേനും. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ടുകാണ്ട് ആക്ച്വലി തിങ്ക് ചെയ്ത് നല്ല പണി ഇട്ടുകാണ്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റുകൾ അത്യാവശ്യം നല്ല പെർഫോം ചെയ്തതാണ്. അതേസമയം ChatGPT വെച്ചാണ്ടൊക്കെ സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാണ്ട് അത് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഇതൊന്നും വല്ലാതെ പെർഫോം ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എനിക്ക് ഉള്ളിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി മനസ്സിലാക്കിയ കാര്യങ്ങളാണെങ്കിൽ ഓപ്പൺ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു അതിൻ്റെ തലയും വാലും അറിയണ്ടാവില്ല, നടു മാത്രം എടുത്താണ്ട് നമ്മൾ പറയണ്ടാവുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ സംഭവം. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ തിങ്കിങ്, എൻ്റെ ഒത്തൻറ്റിസിറ്റി, ഈ സംഭവങ്ങളൊക്കെ കുറഞ്ഞ് വരേണ്ടി ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു കുറച്ച് ആ ഒരു ഫസ്റ്റത്തെ 1-2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിങ്ക് ചെയ്ത്, ഇപ്പോൾ ആക്ച്വലി തിങ്ക് ചെയ്യാനായിട്ടൊരു ടൈമൊക്കെ കൊടുക്കുന്നുണ്ട്. തിങ്ക് ചെയ്ത് ഇങ്ങനെ വരച്ച് ഓരോ ഐഡിയാസൊക്കെ കിട്ടി അതിനനുസരിച്ചൊക്കെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. അതേപോലെ ഞാൻ ഫസ്റ്റ് ബുക്കുകൾ റൈറ്റ് ചെയ്തപ്പോൾ, എൻ്റെ ഏറ്റവും ആദ്യത്തെ ബുക്കുകളൊക്കെ റൈറ്റ് ചെയ്തപ്പോൾ അതിൽ ഒരു ബുക്കറ്റെ എനിക്ക് എഴുതാൻ ടൈം വളരെ കുറവായിരുന്നു. അതായത് അതിൻ്റെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യേണ്ട, അതിൻ്റെ ഒപ്പം ബുക്കും കൊടുക്കണം. അപ്പോൾ എനിക്ക് വളരെ ടൈം കുറവാണ്, 1-2-3 മണിക്കൂറൊക്കെ ഏറ്റവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എന്തില്ല, ഇരുന്ന് ഓരോ ചാപ്റ്റർ വൈസ് എഴുതാൻ ടൈമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു AI കൊണ്ട് ബുക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ AI മെയിനായിട്ട് യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഗ്രാമറിൽ യൂസ് ചെയ്യാം, ഗ്രാമർ കാര്യങ്ങൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്, ബുക്കും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒന്ന് സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയിട്ട്. മറ്റേ കാര്യങ്ങളൊക്കെ ഏറ്റവും ചിന്തിച്ചുകൊണ്ട് എഴുതേണ്ട സംഭവങ്ങളും കണക്ഷൻസ് വരുത്തേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ട് എഴുതും. അതുപോലെ റിസർച്ചുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചൊരു സ്ക്രിപ്റ്റ് ചെയ്താണ്, അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചൊരു ബുക്ക് ചെയ്താണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നടത്തിയ സ്റ്റഡീസ് കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റഡി ഇങ്ങനെ പോയി വെക്കേണ്ടി വരും. അതേസമയം ChatGPT പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT എല്ലാം ഇങ്ങനെ പുൾ ചെയ്താണ്ട് നമുക്ക് കൂടുന്നു തരും, ഒരു സ്ഥലത്ത് കൂടുന്നു തരുമല്ലോ. എന്നിട്ട് നമ്മളത് വെച്ചാണ് ഇങ്ങനെ നോക്കിയാൽ മതി, അത് പറ്റും. പിന്നെ എന്തിനാ യൂസ് ചെയ്യൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ടൈറ്റിൽ, തമ്പനെയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കണേക്കാട്ടും ഒന്നുകൂടിയും ഏറ്റവും കൂടുതൽ ഹൈ പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും കോഗ്നിറ്റീവ്ലി ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിങ്, ഒരു സാധനം മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യൽ, essay റൈറ്റിങ്, അതുപോലെ ക്രിയേറ്റീവ് വർക്കുകൾ, അതുപോലെ പ്രോഗ്രാമിങ്ങിലാണെന്നുണ്ടെങ്കിലും കോഡിങ്ങിലാണെന്നുണ്ടെങ്കിലൊക്കെ മെയിൻ വർക്കുകൾ നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്താണ്ട് ചിന്തിച്ചാണ്ട് തന്നെ എഴുതുക. അതിൽ ഓരോ സംഭവങ്ങൾ ഒരു ChatGPT എന്ത് ചെയ്യുക, ഒരു അസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് യൂസ് ചെയ്യുക. നമ്മൾ സ്റ്റക്ക് ആകുമ്പോൾ ആ സ്ഥലം ഒന്ന് സോൾവ് ചെയ്യാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ChatGPT യൂസ് ചെയ്യുക, കംപ്ലീറ്റ്ലി അതിമ റിലേ ചെയ്യാതെ. ഇനി അത് എങ്ങനെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു ബുക്ക് എഴുതാണെന്ന് വിചാരിക്കാം, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ടോപ്പിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPT പോയിട്ട് റൈറ്റ് മീ an e-book under 11 pages on the topic of consistency. You should research on all the top performing videos and researches that are on Google and make me a very simple and professional ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 15 പേജിൻ്റെ ഉള്ളിലുള്ള ഒരു ബുക്ക് ChatGPT തന്നെ എഴുതി തരും. പക്ഷേ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, അവിടെ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? പക്ഷേ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഓരോ ചാപ്റ്റർ വൈസ് നമ്മളിങ്ങനെ ബുക്കുകൾ എഴുതി. എന്നിട്ട് ഇതിൽ എന്തൊക്കെ തെറ്റുകൾ ഉള്ളതെന്നുള്ളത് നമ്മൾ ആയി വെച്ചാണ്ട് ChatGPT ഇട്ടാണ് നമ്മൾ ഗ്രാമറൊക്കെ ഒന്ന് കറക്റ്റാക്കി, ഒന്ന് ഫ്രെയിം വർക്കൊക്കെ ഒന്ന് റെഡിയാക്കി, ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ടെങ്കിൽ പോളിഷ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യണതിന് അത്ര ChatGPT എന്താ പറയുക, ഓൾറെഡി നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിന് അത്ര റിലേ ചെയ്യണില്ല. ഇനി അത് മാത്രമല്ല, ബ്രെയിൻ യൂസ് ചെയ്യുന്ന കേസ് മാത്രമല്ല, പല ടൈമിലും ChatGPT തരുന്ന ആൻസർ പക്ക ആവണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ChatGPT നേരെ പോയിട്ട്, ഹേയ് ChatGPT, മേക്ക് മീ എ ഡയറ്റ് പ്ലാൻ ഫോർ 1 month. ഐ ഷുഡ് ലൂസ് 20 kg ആൻഡ് ഐ ഷുഡ് ഗെയിൻ 5 kg ഓഫ് മസിൽ മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT ഉണ്ടാക്കി തരും, ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി തരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ChatGPT പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ അല്ല, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉള്ള ആൻസർ ആയിരിക്കും. അതായത് ഇപ്പോൾ വന്ന സ്റ്റഡീസിലൊക്കെ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന സ്റ്റഡീസ് ഏതാണോ അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. അല്ലാതെ ChatGPT സ്വന്തം ഒരു സംഭവം ആക്ച്വൽ ഇൻ്റലിജൻസ് പ്രകാരം അതിൻ്റെ ചിന്തിച്ചാണ്ട് പറഞ്ഞു തരില്ലല്ലോ. ഗൂഗിളിലും ഇതിലൊക്കെ പോയിട്ട് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് അതിനാണ് എടുത്തു തരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു തരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പല സ്റ്റഡീസും നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിലുള്ള സംഭവം അറിയുമെന്ന് എനിക്കറിയില്ല. ഈ മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്പനീസും ഈ ഓയിൽ റിലേറ്റ് ചെയ്ത കമ്പനീസൊക്കെ പല സ്റ്റഡീസും ഉണ്ടാക്കിയാണ്ട് പൈസ കൊടുത്തുകൊണ്ട് ക്യാഷ് കൊടുത്തുകൊണ്ട് റിലീസ് ചെയ്യുന്ന സ്റ്റഡീസൊക്കെ ഉണ്ട്. ഫണ്ട് ചെയ്താണ്ട് റിലീസ് ചെയ്ത് എന്താ സംഭവം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഓർക്ക് വേണ്ട ഫുഡുകൾ ഓല് പ്രൊമോട്ട് ചെയ്യും ഹെൽത്തി എന്നൊക്കെയുള്ള രീതിയിൽ. അതിന് ഡോക്ടർമാർക്കും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ ഒരു ഇത് പോകുന്നുണ്ടാവും, ഫണ്ട് പോകുന്നുണ്ടാവും. അതൊക്കെ അതിൻ്റെ ബാക്കിൽ ഒരു മാട്രിക്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വൽ ഫിറ്റ്നസ് ഫീൽഡിൽ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാവുന്നത് അനിമൽ ബേസ്ഡ്
അതുപോലെ എഗ്ഗ് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവുക കിട്ടുക നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുക. അതിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. മീറ്റ്, അതുപോലത്തെ ചീസ്, അതുപോലെ ഫാറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല സാധനങ്ങളാണ്. ഇങ്ങനത്തെ ഒമേഗ 3 അതുപോലെ അതർ ഫാറ്റി ആസിഡ്സും കാര്യങ്ങളൊക്കെ അതിന് കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള അറിയുണ്ടാവും. പക്ഷേ ChatGPT ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക നേരെ ഓട്സ് കഴിക്കാൻ, പ്രോട്ടീൻ ഷേക്കുകൾ കുടിക്കാൻ, നിങ്ങളെ മാക്രോസ് അല്ലെങ്കിൽ നിങ്ങളെ കാലറി ഇപ്പോൾ 2500 കാലറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും. ഫുഡിൻ്റെ സോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ പറഞ്ഞു തരില്ല. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫിറ്റ്നസ് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. പക്ഷേ ഇതല്ല ആക്ച്വൽ ട്രൂത്ത് എന്ന് പറയുന്നത്. ഞാൻ ഇതായിട്ട് റിലേറ്റ് ചെയ്താണ്ട് എനിക്ക് പറയാൻ പറ്റിയ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ ഹൈസ്കൂളിൽ UP-യിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ അത്യാവശ്യം സ്കൂളിലൊക്കെ ഒരു പഠനത്തിൻ്റെ കേസ് വരുമ്പോൾ കുറച്ചൊരു മടിയനായിരുന്നു. എക്സാമിൽ തലേന്ന് മാത്രമേ നോക്കുള്ളായിരുന്നു. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂൾ UP ആ ഒരു പീരീഡിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ മെയിനായിട്ട് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ മലയാളം, ഇംഗ്ലീഷൊക്കെ നമുക്കറിയാം എന്ത് 5 മാർക്ക് 6 മാർക്ക് 7 മാർക്കിൻ്റെ ഒക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, essay ടൈപ്പ് റൈറ്റിങ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടീച്ചർ ഹോംവർക്ക് ആയിക്കാണ്ട് തരുമ്പോൾ എനിക്ക് മടിയാണ് എന്ത് ഒരു സംഭവങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കിയാണ്ട്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചാണ്ട് ജസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ ക്ലാസ്സിൽ രാവിലെ വന്നിട്ടൊക്കെ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവുക അന്ന് ഹോംവർക്ക് ഉണ്ട് എന്നുള്ളത്. പെട്ടെന്ന് എഴുതിയാണ്ട് തീർക്കും. എൻ്റെ മൈൻഡിലുള്ള തന്നെ ഞാൻ എഴുതും, എൻ്റെ ഒരു ഇത് പ്രകാരം, എൻ്റെ തോട്ട് പ്രകാരം. പക്ഷേ പല ആൾക്കാരും ക്ലാസ്സിൽ അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാരൊക്കെ ഈ ലേബറിൻ്റെ വാങ്ങുന്ന ആൾക്കാരും ലേബറിൻ്റെ റിലേ ചെയ്ത് കണ്ടാണ് പോലെ എഴുതിയത്. അത് വായിക്കും, എന്നിട്ട് അതിനനുസരിച്ച് അത് വായിച്ചാണ്ട് നമ്മൾ തിങ്ക് ചെയ്താണ്ട് പോയിന്റുകളൊക്കെ എഴുതുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി അതേപോലെ എഴുതുന്ന ആൾക്കാരുണ്ട്. അത് പല പഠിക്കുന്ന ആൾക്കാരും ആക്ച്വൽ എല്ലാം കാണാപ്പാടം പഠിക്കുന്ന ഒരു സ്വഭാവം വെച്ചാണ്ട് മലയാളവും ഇംഗ്ലീഷും essay റൈറ്റിംഗ് ഒക്കെ അങ്ങനെ ചെയ്യും, ലേബറിൻ്റെ ബേസിൽ ചെയ്യും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാം വരുമ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ മൈൻഡിലുള്ള എഴുതും, എനിക്ക് മാർക്കും കിട്ടും. പക്ഷേ ഓർക്ക് എന്താ പ്രശ്നം വരിക വെച്ച് കഴിഞ്ഞാൽ ലേബറിൻ്റെ അല്ല എക്സാമിൽ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലാബ്രന്തിയിലുള്ള അതേ ക്വസ്റ്റ്യൻ അല്ല എക്സാമിന് വരിക. എക്സാമിന് ഒരു തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഈ ആൾക്കാർ പെടുക ആക്ച്വൽ ബ്രെയിൻ യൂസ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈസി ആയിട്ട് എഴുതും, എനിക്ക് മാർക്ക് കിട്ടും. എന്നിട്ട് ഓലിനോട് പറയുന്നത് എനിക്ക് സാഹിത്യമുണ്ട്, ഇതാണെന്നൊക്കെ. മേ ബി ക്രിയേറ്റിവിറ്റി കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ആക്ച്വൽ സംഭവം എന്ന് പറയുന്നത് ഒരു സാധനത്തുമ്പോൾ റിലേ ചെയ്യാണ്, ഓരോ ബ്രെയിൻ യൂസ് ചെയ്യാതെ. ഞാൻ എൻ്റെ ബ്രെയിൻ യൂസ് ചെയ്താണ്ട് എഴുതിയത്. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് മേക്ക് എ ഡിസിഷൻ. നിങ്ങൾ കംപ്ലീറ്റ്ലി ഓരോ ടാസ്കുകൾ വരുമ്പോഴും AI റിലേ ചെയ്യൂല. നിങ്ങളെ ബ്രെയിൻ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങും ഇവിടെ തൊട്ട്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമ്മറി ആയിട്ട് പറഞ്ഞുതരാം. ഇഫ് യു ഡോണ്ട് യൂസ് AI, നിങ്ങൾ AI തൊടൂല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ മൈൻഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതിലാണെന്നുണ്ടെങ്കിൽ ചാൻസസ് ആർ യു വിൽ ഗെറ്റ് ബിഹൈൻഡ്. കാരണം അതേസമയം ചിന്തിക്കണമുണ്ട്, അതുപോലെ കോഗ്നേറ്റീവ്ലി വല്ല ഡിമാൻഡ് ഇല്ലാത്ത ടാസ്കുകളൊക്കെ, ടൈം ടേക്കിംഗ് ടാസ്കുകളൊക്കെ AI വെച്ചാണ്ട് ഓട്ടോമേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളെ മുമ്പെടുക്കും. ഇഫ് യു ഓൺലി യൂസ് AI, യു വിൽ ബിക്കം യൂസ്ലെസ്. നിങ്ങൾ AI മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, എല്ലാ വർക്കും ചെയ്യാനൊക്കെ നിങ്ങൾ AI മാത്രമേ യൂസ് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു എംപ്ലോയി ഒക്കെ ആണെന്ന് വിചാരിക്കാം. നിങ്ങളെ ബോസ് നിങ്ങളോട് പറയുന്ന വർക്കുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ എംപ്ലോയർ നിങ്ങളോട് പറയുന്ന വർക്കുകളൊക്കെ നിങ്ങൾ AI വെച്ചാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ വർക്കൊക്കെ AI ആണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ AI ഒരു സ്വന്തം ഒരു സംഭവമൊക്കെ ചെയ്യാൻ, ഡിസിഷൻ എടുക്കാനൊക്കെ ഉള്ളൊരു ഇതിലേക്ക് ക്യാപ്പബിലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിവിടെ ഒന്നും ചെയ്യണില്ല. നിങ്ങൾ ഫുള്ള് വർക്കും ആരാ ചെയ്യണത്? AI ചെയ്യണത്. അപ്പോൾ ഈ എംപ്ലോയർ എന്ത് പറയും, ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം എന്തിനാ, എനിക്ക് എന്തിനാ വെറുതെ സാലറി ആയിരുന്നു, AIക്കാണെങ്കിൽ പൈസയും കൊടുക്കണ്ട, ഇനി കൊടുക്കുകയാണെങ്കിൽ വല്ല സബ്സ്ക്രിപ്ഷനും കൊടുത്താൽ മതി, അതൊന്നും സാലറിൻ്റെ അത്ര ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ ഇത് വെച്ചാണ്ട് പണിയെടുത്തോളാം അല്ലെങ്കിൽ ഇത് വെച്ചാണ്ട് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. യു വിൽ ബിക്കം യൂസ്ലെസ്. ബട്ട് ഇഫ് യു സ്മാർട്ട്ലി യൂസ് AI ആസ് ആൻ അസിസ്റ്റൻറ്റ്, നിങ്ങളൊരു സ്ഥലത്ത് സ്റ്റക്ക് ആകുമ്പോഴും അതുപോലത്തെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ബി അൺസ്റ്റോപ്പബിൾ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ് AI ഫോർ യുവർ അഡ്വാൻറ്റേജ്. നമ്മൾ ഔട്ട്ലയേഴ്സ് ക്ലബിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇപ്പോൾ അടുത്ത് ഷെയർ ചെയ്യാം. കുറച്ച് പ്ലാനുകളുണ്ട് നമുക്ക്, വരും വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. I hope this video is helpful for you guys. See you in the next video.